ന്യൂസിലേക്ക് സ്വാഗതം. ബീഹാറിലെ മൈദ ബഭൻഗമ ഗ്രാമത്തിലെ 32 മദ്രസ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് RPF. ഗുജറാത്തിലെ സൂറത്തിലെ ജാമിയ സക്രിയ മദ്രസയിൽ ഇസ്ലാമിക വിദ്യാഭ്യാസം നേടുന്നതിനായി പോയ കുട്ടികളെയാണ് RPF ഏകദേശം 14 മണിക്കൂറോളം ജയിലിൽ തടങ്കലിൽ വെച്ചത്. ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെയാണ് കുട്ടികളെ പുറത്തിറക്കിയത്. വിദ്യാർത്ഥികളുടെ വസ്ത്രധാരണമാണ് സംഭവത്തിലേക്ക് നയിച്ചതിനു കാരണമെന്ന് ദൃക്സാക്ഷികളും കുടുംബാംഗങ്ങളും പറഞ്ഞു. പരമ്പരാഗത കുർത്തയും പൈജാമയും തൊപ്പിയും ധരിച്ച കുട്ടികളെ ബാലവേലയ്ക്കായി കടത്തുകയാണെന്ന സംശയത്തെ തുടർന്നാണ് RPF മാറ്റി നിർത്തിയതെന്നാണ് അധികൃതരുടെ ഭാഷ്യം. എന്നാൽ വിദ്യാർത്ഥികൾ തിരിച്ചറിയൽ രേഖകൾ കാണിച്ചിട്ടും അധികാരികൾ കേൾക്കാൻ വിസമ്മതിക്കുകയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. വിദ്യാർത്ഥികളിൽ ഒരു രക്ഷിതാവിനെയും കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ടുണ്ട്. കുട്ടികൾ കുടുംബത്തോടൊപ്പം ഈദ് ആഘോഷിച്ച ശേഷം സൂറത്തിലേക്ക് മടങ്ങുകയായിരുന്നു. എല്ലാ രേഖകളും കാണിച്ചിട്ടും RPF വിദ്യാർത്ഥികളോ രക്ഷിതാവോ പറയുന്നത് മുഖവിലക്കെടുത്തില്ല. അവരെ ബലമായി കസ്റ്റഡിയിലെടുത്തു. മൈദ ബഭൻഗമയിൽ നിന്നുള്ള ഒരു പ്രദേശവാസിയായ കൈസർ റഹാൻ പറഞ്ഞു. സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് കാര്യങ്ങൾ പുറലോകം അറിയുന്നത്. വീഡിയോയിൽ കുട്ടികൾ കസ്റ്റഡിയിൽ ഇരിക്കുന്നത് വ്യക്തമായി കാണാം. പുറത്തുനിന്നുള്ള ആരെയും കാണാൻ അവരെ അനുവദിച്ചിരുന്നില്ല. ഭക്ഷണം പോലും നൽകിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കുട്ടികൾ കരയുകയായിരുന്നു. അവർ ഒന്നും കഴിച്ചിരുന്നില്ല. അവർ ഭയന്നിരുന്നു, ഒരു പ്രദേശവാസി പറഞ്ഞു. സ്ഥിതിഗതികൾ അറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തിയ മറ്റൊരു നാട്ടുകാരനായ അമീൻ പോലീസിനോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി പറഞ്ഞു. ഞങ്ങളോട് പോകാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങളെ പട്നയിലേക്ക് കൊണ്ടുപോകുകയോ ജയിലിലടയ്ക്കുകയോ ചെയ്യുമെന്നാണ് പോലീസ് പറഞ്ഞതെന്ന് അമീൻ പറയുന്നു. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഒടുവിൽ ഏറെ വൈകിയാണ് കുട്ടികളെ വിട്ടയച്ചത്. എന്നാൽ ഇത് കുട്ടികളുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്ന നടപടിയാണെന്നും വസ്ത്രത്തിന്റെ പേരിൽ ആക്രമണം അഴിച്ചുവിടുന്നത് ന്യൂനപക്ഷങ്ങളോടുള്ള വിരോധമാണ് വെളിപ്പെടുത്തുന്നതെന്നും നിരവധി പേർ പറഞ്ഞു. ശരിയായ അന്വേഷണമില്ലാതെ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തതിനും മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനും RPF മറുപടി നൽകണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടു. അതേസമയം RPFോ ലോക്കൽ പോലീസോ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല. നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്.